ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുറേ ദിവസമായി വായിച്ചിട്ട് ഇനി വേഗം വായിച്ചാണ് ആൾക്കാർ ബേജാരോട്ട് കളിക്കും. എങ്ങനെ നേരം ഉണ്ടാക്കിയോ തന്നെ വായിച്ചു. എവിടെ എത്തിയേ? ലാ തഹ്സബന്ന ദവിൽ ഖുർബാ തുഈനു കമാ യുഈനു ഗൈറുഹും വൽ ഖസ്ദു യഖ്ളീഹി വസഖമു യഹ്ദുസു മിൻ നഫ്സിൻ വയഖ്തുലുഹാ ദവാഉഹു മിൻ ജിബാലിൽ ബുഅദി യശ്ഫീഹി. ലാ തഹ്സബന്ന, നിശ്ചയം നീ വിചാരിക്കേണ്ട, ദവിൽ ഖുർബാ, എൻ്റെ തൊട്ടടുത്ത കുടുംബക്കാരെ പറ്റിച്ച് വിചാരിക്കേണ്ട, തൊഴീനു അവരൊക്കെ എന്നെ സഹായിക്കുന്നു വിചാരിക്കേണ്ട. എനിക്ക് എന്തിനാ ബേജാറാകാനുള്ളത്? എൻ്റെ നാപ്പണ്ടല്ലോ അവിടെ, എൻ്റെ ജ്യേഷ്ഠല്ലേ, എൻ്റെ അമ്മോങ്കാക്കല്ലേ, അതൊന്നും വിചാരിക്കണ്ട. കമായുഴീനു വൈറുഹും, അന്യര് സഹായിക്കും പോലെ. ചിലപ്പോൾ ആര് സഹായിക്കൂല, അന്യരേക്കാരൻ നല്ല സഹായിക്കാം. അന്യര് സഹായിക്കും പോലെ കുടുംബക്കാരെ കിട്ടുന്നു വിചാരിക്കണ്ട. വൽ ഖസ്ദു യഖ്ളീഹി, മനുഷ്യൻ്റെ ബുദ്ധി വിരിക്കുന്നത് ഏതാണ്? കുടുംബക്കാരൊക്കെ കിട്ടും തന്നെയാണ്. പക്ഷേ അങ്ങനെ ആയിക്കോളെ, നേരെ മറിച്ചേക്കാരൻ കാര്യം കിടക്കുന്നത്. വസഖമു യഹ്ദുസു മിൻ നഫ്സിൻ വയഖ്തുലുഹാ ദവാഉഹു മിൻ ജിബാലിൽ ബുഅദി യശ്ഫീഹി. വസഖമു, രോഗമെന്നത്, യഹ്ദുസു, അതുണ്ടാകും, മിക്കവാറും, മിൻ നഫ്സിൻ, അവനാൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് സുഖം ഉണ്ടാകല്. വയഖ്തുലുഹാ, അതിനെ ശിഫയാക്കും. ദവാഉഹു, അതിൻ്റെ വയഖ്തുലുഹാ, അത് ആ നഫ്സിനെ തന്നെ കൊല്ലും ചെയ്യോ. അസുഖം ഉള്ളിൽ നിന്നുണ്ടാവും ചെയ്യും, ചിലപ്പോൾ ആളെ കൊല്ലും ചെയ്യും. ആര്? ഉള്ളിൽ നിന്നാണ് സോക്കട്. മാത്രവുമല്ല, ദവാഉഹു മിൻ ജിബാലിൽ ബുഅദി യശ്ഫീഹി, എന്നാൽ ആ രോഗത്തിൻ്റെ മരുന്ന് മിൻ ജിബാലിൽ ബുഅദി, വിദൂരത്തുള്ളതായ കാട്ടിൽ നിന്നും പഠിച്ചു കൊണ്ടുവരുന്ന മരുന്നാണ് യശ്ഫീഹി, ആ രോഗത്തെ മാറ്റല്. കുറുന്തോട്ടിയോ അതല്ലെങ്കിൽ കാട്ടുന്നതിനെ പറിച്ചുകൊണ്ട് തന്നെ ഏതെങ്കിലും കടുക്കേ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടന്ന് കാണ്ട് ഞാൻ മരുന്നുണ്ടാക്കിയാണ്ടാ ചിലപ്പോൾ ഏത് മാറുക, അസുഖം മാറുക. ലൈസൽ ഖരീബു ഖരീബൻ ഫീ ഗിനാക കമാ ഹഫത് ഗദീറൻ വഫീഹിൽ ഹൂതു വതിയാറു ബൽ ലാസിമുൽ ലക ഫീ ഫഖ്രിൻ വഫീ സഅതി കമാ യദൂമു ബിഹി നൈലൗ ഫറുഞ്ചാറു. നോക്കാം. ലൈസൽ ഖരീബു ഖരീബൻ, അടുത്തവൻ അല്ല. ഖരീബൻ വിഗിനാക്ക, നല്ല കയ്യിൽ നല്ല മുക്കാലുണ്ടാകുമ്പം ഒപ്പം കൂടുന്നവനല്ല. നിന്റെ കയ്യിൽ നല്ലോ ചില്ലറ ഉണ്ടാവുമ്പോൾ എൻ്റെ ഒപ്പം ഇങ്ങനെ കൂടുന്ന ആൾക്കാരുണ്ടല്ലോ, ഓനല്ല ശരിക്കും എൻ്റെ യഥാർത്ഥ അടുത്ത ഫ്രണ്ട്. ലൈസൽ ഖരീബു, യഥാർത്ഥ അടുത്തവൻ അല്ല. ഖരീബൻ വിഗിനാക്ക്, നിനക്ക് ഐശ്വര്യം ഉണ്ടാവുമ്പോൾ നിൻ്റെ ഒപ്പം ഇങ്ങനെ അടുത്തിറക്കുന്ന ആളല്ല ശരിക്കുക ഖരീബ്. ഏതുപോലെ? കമാ ഹഫത്ത് ഗദീറൻ അതിയാറൂ, വെള്ളക്കുണ്ടിൻ്റെ അടുത്ത് പക്ഷികൾ വട്ടം കൂടി നിൽക്കും പോലെ. ഫീഹിൽ ഹൂത്തു, ആ വെള്ളക്കുണ്ടിൽ മത്സ്യം ഉണ്ടാകുമ്പോൾ, വെള്ളക്കുണ്ടിൽ മത്സ്യം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ പക്ഷികളും പിന്നെ കൊക്കും പൊന്മിയൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ കണ്ടിട്ട് നിൽക്കും. എങ്കിലും യഥാർത്ഥ കൂട്ടുകാരൻ ആരാന്നാരോ, ലാസിമുല്ലക്ക, അവൻ നിന്നെ ഒട്ടി നിൽക്കുന്നവനാണ്. ഫീ ഫഖ്രിൻ വഫീ സഅതി, നിനക്ക് ദാരിദ്ര്യം ഉണ്ടാകുമ്പോഴും നിനക്ക് വിശാലമായ സമ്പത്ത് ഉണ്ടാകുമ്പോഴും എൻ്റെ ഒപ്പം നിൽക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ, അവനാണ് യഥാർത്ഥ ഖരീബ്. കമാ യദൂമു ബിഹി, വെള്ളത്തിൽ നിത്യമാവും പോലെ. നൈലൗ ഫറുഞ്ചാറു, ആ വെള്ളത്തോട് അലോട്ടി നിൽക്കുന്ന ആയിരിക്കുന്ന ചെന്താമരപ്പൂവ്. ചെന്താമരപ്പൂവ് അതിൻ്റെ മാതിരിയല്ല, വെള്ളക്കുണ്ടിലെ എപ്പോഴും നിൽക്കും. അതേ സ്ഥലത്തിൽ മറ്റുള്ള പക്ഷികളും കൊക്കും ഒക്കെ മീനുണ്ടെങ്കിൽ മാത്രം ഉണ്ടാവുള്ളൂ, അല്ലേ? وولد صلبك فتنًا إن علمت بها وربما قتل نفس منك بالولد. وولد صلبك, നിന്റെ മുതുകിൽ നിന്ന് വരുന്ന നിന്റെ മക്കൾ. ഫിതനുൻ, അതിനൊക്കെ ഒരു പരീക്ഷണത്തിന് തന്നതാണ്. അതെനിക്ക് ഉപകാരത്തിന് തന്നൊന്നും പറഞ്ഞു വെക്കൊന്നും വേണ്ട. മക്കൾ കാരണം എനിക്കുള്ള പരീക്ഷണത്തിന് തന്നതാണ്. അത് പല വിജയം എന്താ ചെയ്യണത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി തന്ന സാധനമാണ്, പരീക്ഷണങ്ങളാണ്. ഇന്നലിംത ബിഹാ, ആ പരീക്ഷണങ്ങളെ കുറിച്ച് നീ ശരിക്കും മനസ്സിലാക്കിയാൽ എനിക്ക് തന്ന്.
റുബ്ബമാ ചിലപ്പോൾ ഖത്ലു നഫ്സിൻ നിന്റെ ജീവൻ തന്നെ അല്ലെങ്കിൽ തടി തന്നെ കൊല്ലല് മിങ്ക ബിൽ ബിൽ വലതി മിങ്ക നഫ്സിൻ മിങ്ക നിന്റെ വക്കൽ നിന്നുള്ള ജീവനെ തന്നെ കൊന്നുകളില്ലേ, തടിനെ തന്നെ കൊന്നുകളില് ബിൽ വലതി മക്കളെ കൊണ്ടായിരിക്കോ. മക്കളിനെ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, പാപ്പാനെ ശരിയാക്കിയേക്കാം, ഉമ്മാനി ശരിയാക്കിയേക്കാം. അതുകൊണ്ട് ഐറ്റങ്ങൾ പരീക്ഷത്തിന് അവസ്ഥ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതല്ലാതെ എനിക്ക് എപ്പോഴും എന്നെ താങ്ങും വിചാരിച്ചിട്ട് ചെയ്യണ്ട, നടക്കൊന്നും വേണ്ട. ആയി പിന്നെ മുളയും. ഈ കസ്ബിന് കരിമ്പ് മുള നട്ടും അർത്ഥമൊക്കെ കേട്ടോ, ഇവിടെ മുള നട്ടമക്കൽ. വൽ കസ്ബു മുളയും, വൽ മൗസു വാഴപ്പഴവും വാഴയും അതുപോലെ തന്നെ സർത്താനും ഞണ്ടും കാത്തിലുഹ അതിനെ കൊല്ലുന്നത് മിൻഹ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. മുളാന സാധനം ജീവിതത്തിൽ അതിൻ്റെ ആയുസ്സിൽ ഒറ്റ വട്ടം മാത്രം കട്ടിടും. അത് അതിന് ഒരു അരി പൂവും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അർത്ഥം ചാകാനായിരുന്നു അർത്ഥം. അതോടുകൂടി എന്ത് ചെയ്തു, മുളൻ്റെ ആയുസ് കഴിഞ്ഞു. അതുപോലെ തന്നെ മൗസു അതന്നെ ഒറ്റ വട്ടം കൊലച്ചാൽ പിന്നെ ഇത് വായൻ്റെ അത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഞണ്ടും ഒരൊറ്റ വട്ടം അതിന് മക്കളുണ്ടായാൽ പിന്നെ അതിന് ദുന്യാവിന്ന് പോകാനായി. കാത്തിലുഹ മിൻഹ അതിനെ കൊല്ലുന്നത് അതിൻ്റെ വക്കൽ നിന്ന് തന്നെയാണ്. ഹദാരിൽ ഉൽദ ഫിൽ ഹലദീ കരുതിക്കോ മക്കളെ നിന്റെ മനസ്സിൽ നല്ലോണം കരുതിക്കോളുണ്ട്. വൽഅബ്നും റശീദുന്നല ഇശ്രീന മിൻ വലദീ ബുൽഹിൻ റബീന ഫിദ്ദുനിയാ ലകൽ ഫളലു. അബ്നും റഷീദുൻ തൻ്റെ ഒറ്റ ഒന്ന്. ഒരു വാപ്പാക്ക് 10 ഉണ്ട്, വേറെ വാപ്പാക്കോ ഒന്നുള്ളൂ. ആ ഒന്ന് തൻ്റെ ഇടമുള്ളതെന്ന് വെച്ചോളി. തൻ്റെ ഇടമുള്ള ഒന്ന് അലാ ഇശ്രീന അൽ ഫളലു അത് ഇതിനേക്കാൾ അഫ്ളലാണ്, 20 മക്കളേക്കാൾ അഫ്ളലാണ്. മിൻ വലദിൻ ബുൽഹിൻ പൊട്ടന്മാരാധാരിക്കുന്ന സഫിയാധാരിക്കുന്ന പിന്നെ 20 മക്കളേക്കാൾ റബീന മൂടന്മാരായ ദുന്യാവിൽ ലക നിനക്കുണ്ട്, നിനക്കുള്ള ദുന്യാവിലതായിരിക്കുന്ന 20 പൊട്ട കുട്ടികളെക്കാൾ നല്ലത് അന്നുള്ള ഒറ്റ ഒന്നാണ്. ശരിയല്ലേ? ആന പ്രസവിക്കുമ്പോൾ ഒരു കുട്ടിയെ വരും പ്രസവിക്കുള്ളൂ. അല്ലേ? പട്ടിയും പന്നിയൊക്കെ പ്രസവിക്കുമ്പോൾ കണ്ടമാന കുട്ടികളുണ്ടാവില്ലേ? അല്ല മന്നഫുഴോ ഉപകാരം അല്ല ഫീ വലുതി ഹിൻസീരിൻ പന്നികളുടെ മക്കളിലല്ല. വൈങ്കസറത്ത് ഒറ്റ പ്രസവത്തിൽ ഒരുപാടുണ്ടെങ്കിലും ശരി ഒരുപാട് വെറ്റുകൂട്ടും, അതിലൊന്നും ഒരു ഉപകാരമല്ല. അതിലല്ല കഫാ വാഹിദുൻ ജദലൂ നല്ല മല്ലുള്ളതായിരുന്നു ഒറ്റ ആന മതി. മിന്നൗലാദി ഫീലിൻ ആനക്കുട്ടികളിൽ നിന്ന്. ആനക്കുട്ടി ഒറ്റന്ന് നല്ല മല്ലുള്ള ഒരൊറ്റ ആനക്കുട്ടി ഉണ്ടായ പോരെ. ഒറ്റ പ്രസവത്തിൽ 25 പന്നിക്കുട്ടി ഉണ്ടായിട്ട് എന്താ പിന്നെ. ഈദൽ ജലീദു അലാ ശൈഖിൻ തലാ ഫഗദാ ഫീ ഖൽബിഹി ഖൗലുഹു കന്നഖ്ശി ഫിൽ ഹജരി. ഈദൽ ജലീദു ഒരു ജലീദായിരിക്കുന്ന ആൾ, ഒരു ബുദ്ധിയുള്ള ശിഷ്യൻ തലാ അലാ ശൈഖിൻ തൻ്റെ ഗുരുവിൻ്റെ മേൽ ഓതുമ്പോൾ ഓതിക്കൊടുത്താൽ ഫഗദാ ഖൗലുഹു തൻ്റെ ഗുരുവിൻ്റെ വാക്കുകാകും ഫീ ഖൽബിഹി ശിഷ്യൻ്റെ കൽബില് കന്നഖ്ശി ഫിൽ ഹജരി കല്ലുമ്മൽ കൊത്തിയത് പോലെയാകും. നേരെ മറിച്ച് കഴിഞ്ഞിട്ടില്ല. ലാബൽ സറഫഹുമുഹു കശറരി ഫീ ഹുറുഖി മിൻ ദർബി ഖദ്ദാഹത്തിൻ ബിമിഖ്ദഹി സുബ്രി ബൽ എന്നുമല്ല അങ്ങനെയും പറഞ്ഞാൽ പോരാ. ബല്ലെങ്കിലും സറാഫഹുമുഹു അവൻ്റെ ഗ്രഹണശേഷി നടക്കും കശററി തീപ്പൊരി പോലെ ഫീ ഹുറുഖി തീക്കുണ്ടാരത്തിലുള്ളതായിരിക്കുന്ന തീപ്പൊരി വാറും പോലെ മിൻ ദർബി ഖദ്ദാഹത്തിൻ ഒരക്കല്ലുമ്മൽ മുട്ടിയതിനാൽ. എന്തുകൊണ്ട്? ബിമിഖ്ദഹി സുബ്രി
ഇരുമ്പിൻ്റെ പീസുകളെ കൊണ്ട് ഒരക്കല്ലുമ്പൽ ഒരതുമ്പോൾ തീപ്പൊരി പാറും പോലെ അവൻ്റെ ചിന്തയും പോലെ തന്നെ ഫഹമും പാറും. ഉസ്താദ് ഊന്ന് പറയുമ്പോൾ അതിൻ്റെ വാക്യം പൂരിപ്പിക്കൽ ആര് കഴിയും? ശിഷ്യൻ കഴിയുമെന്ന്. ശരി, അച്ചു എന്ന് പറഞ്ഞാൽ ചുണ്ടങ്ങാൻ ആര് പൂരിപ്പിക്കും? മറ്റോ പൂരിപ്പിക്കും. പിന്നെ ഇന്നൽ ബലീദതലീമുല്ലുലൂമിലഹു വലോ ബിതബീനിഹാ മിൻ സായിരിൽ മുസ്ലി. നേരെ മറിച്ച് ഇന്നൽ ബലീദ ഒരു സഫി, ഒരു പൊട്ടൻ, ലതലീമുല്ലുലൂമിലഹു ഓനിക്ക് ഇൽമ ഇങ്ങനെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ വലോ ബിതബീനിഹാ മിൻ സായിരിൽ മുസ്ലി മിസാലാവുന്ന മിസാലൊക്കെ പറഞ്ഞെടുത്ത് കാണ്ട് വിവരിച്ചു കൊടുത്തൊക്കെയാണ് വെച്ചാൽ കഴിക്കുക. ഉസ്താദിന് കിട്ടുന്ന മിസാലൊക്കെ പറഞ്ഞെടുത്താലും ഓൻ ഇരുത്തി കൊടുത്താലും ഓനെ സംബന്ധിച്ചിടത്തോനെ പഠിപ്പിച്ചാൽ അത് കൃഷി നനക്കും പോലെയാണ്. എവിടെയാണ് ഈ കൃഷി ഉള്ളതെന്ന് അറിയോ? തെല്ലിൻ്റെ ഒരു കുന്നും പറന്ന്. എന്തുകൊണ്ടാണ് നനക്കുന്നത് അറിയാം? തെല്ലി തോൽപാത്രം കൊണ്ട് തെല്ലിന്നല്ല കുന്നുമ്പല് റാഹമുറത്തഫിയാൻ പൊന്തിപ്പോയതായിരിക്കുന്ന ഒരു കുന്നുമ്പലാണ് ഈ കൃഷി ഉള്ളത്. ഒരു കുന്നിൻ്റെ മുകളിലാണ് ഏതുള്ളത്? കൃഷി. ആ ഒരു കൃഷി എന്തുകൊണ്ടാ നനക്കണേ അറിയോ? അജരത്തിന് തോൽപാത്രം കൊണ്ട് സലുമത്ത് അതിന് ഓട്ടമുണ്ട്. നീ നൗസത്ത് സുപ്പിരി അതോ അതിന് അടിഭാഗത്തെ ഓട്ട അവിടെ